ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു ലവ് ട്രാക്ക് നമ്മൾ പണ്ട് തൊട്ടേ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ആദ്യ സീസണിൽ തന്നെ പേളിയും ശ്രീനിഷുമാണ്. ഇപ്പൊ ഈ പേളി ശ്രീനിഷ് ദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് അനുമോൾ ഇന്നൊരു വലിയ കൗണ്ടർ ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് ലൈവില് നമ്മളിപ്പോ കണ്ടതേ ഉള്ളൂ. സംഭവം എന്ന് വെച്ചാൽ ബിഗ് ബോസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലവ് ട്രാക്കോ ഫ്രണ്ട്ഷിപ്പ് ട്രാക്കോ ഒക്കെ നിങ്ങൾ എടുത്തിട്, പെങ്ങളൂട്ടി ട്രാക്ക് നടക്കൂല എന്ന് ലാലേട്ടൻ ആദ്യം പ്രൊമോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന കണക്ക് ലവ് ട്രാക്കിന് യാതൊരു പ്രശ്നവും ഇല്ല, അത് നിങ്ങൾ എത്ര വേണമെങ്കിലും ആയിക്കോ എന്നാണ് നമ്മുടെ ബിഗ് ബോസ് പറയാറ്. എനിക്ക് ആദ്യം ഈ സീസൺ തുടങ്ങിയപ്പോൾ നമുക്ക് ലവ് ട്രാക്കിന് പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആര്യനായിരുന്നു എല്ലാവരും ടാർഗറ്റ്. വാവ്, ആര്യനുണ്ട് ലവ് ട്രാക്ക്. പക്ഷെ അതിനുശേഷം പിന്നെ വന്നത് റെനാ ഫാത്തിമ ഒരു തരത്തിലേക്ക് ഒന്ന് ശ്രമിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതങ്ങോട്ട് ഏറ്റില്ല. റെനാ ഫാത്തിമ ഇപ്പോൾ ആങ്ങളെയും അതുപോലെ തന്നെ നമ്മളെ ജിസേലിനെ ഒരു സിസ്റ്ററായിട്ടും ഒക്കെ കണ്ട് ജിസേൽ ആര്യൻ ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു കൊച്ചു മോളെ പോലെയാണ് റെനാ ഫാത്തിമ നടക്കുന്നത്. അപ്പൊ അത് പൂട്ടിക്കെട്ട് വീട്ടിൽ ഇരുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. പക്ഷെ അനുമോള് ഇടയ്ക്കിടയ്ക്ക് ശൈത്യ അനുമോളെ ആര്യനെ വെച്ച് കളിയാക്കാറുണ്ട്. അത് അനുമോൾ അങ്ങനെ ഒരു യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് അത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവം എന്ന് വെച്ചാൽ അനുമോള് വീണ്ടും ആ പഴയ ഒരു ഗ്രേസിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റനാണ് ആര്യൻ. അപ്പോൾ ആര്യന്റെ ഒപ്പം നിന്നിട്ട് ആര്യനെ കുറച്ച് ക്യാപ്റ്റൻസി എങ്ങനെ കൊണ്ടുപോകണം എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ അത് സീരിയസ് ആയിട്ട് നടക്കണം, അഭിനയിക്കണം, കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കാവൂ, ചിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുകയാണ്. നമുക്ക് ചിരി വന്നാലും നമ്മൾ ചിരി ഇങ്ങനെ അടക്കി പിടിക്കണം. ഇത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചതാ, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ അനുമോക്ക് അറിയാമെങ്കിൽ അനുമോക്ക് ഈ കരച്ചിൽ വരുമ്പോൾ കരച്ചിലൊന്ന് അടക്കി പിടിക്കാൻ പഠിച്ചുകൂടെ, അതും കൂടി ഒന്ന് അഭിനയിച്ച് നിന്നൂടെ? അതെന്താ അനുമോക്ക് പറ്റാത്തത്? അപ്പൊ അനുമോള് ഈ കാണിക്കുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ ഈ കരച്ചിലൊക്കെ എന്ന് വെച്ചാൽ ഒന്ന് കുറയ്ക്കേണ്ട സാധനങ്ങളാണ്. അപ്പൊ ഈ പറഞ്ഞു കൊടുക്കുന്ന സാധനം അത് അനുമോളും കൂടി ഒന്ന് പാലിക്കണമായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും ഇങ്ങനെ കോംബോ കളിച്ച് നടക്കുകയാണ്. അപ്പൊ ഈ നടക്കുന്നത് ജിസേല്, റെനാ ഫാത്തിമ, നൂറ, ആദില, അക്ബർ, അപ്പാനി ശരത്ത്, ശാരിക, സരിക എല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. ആരും വലിയ മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റന് തൊപ്പി വേണമല്ലോ, ക്യാപ്റ്റനുള്ള തൊപ്പി അനുമോള് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതൊരു ഫണ്ണായിട്ടാണ് എടുക്കുന്നത്. അത് നമ്മുടെ വേസ്റ്റ് ഇടുന്ന ആ ബ്ലാക്ക് കളറിലൊരു കവറല്ലേ, ആ കവർ വെച്ചിട്ട് ഒരു കർഷകന്റെ തൊപ്പി പോലെ ഒരു തൊപ്പി നമ്മുടെ ആര്യന് വേണ്ടിയിട്ട് അനുമോള് ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരുടെ ഇടയിൽ നടക്കുന്ന ആ ഒരു ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ കുറച്ച് ആർട്ടിഫിഷ്യലാണ്. കണ്ടാൽ തന്നെ അറിയാം അനുമോളും അതുപോലെ ആര്യനും ചുമ്മാ അഭിനയിക്കുകയാണ്. രണ്ടുപേരുടെ ഇടയിലും ഒരു ഇന്റിമസിയോ ഒരു സ്നേഹമോ ഒന്നും ഇല്ല. കാരണം ഒറ്റ രാത്രി കൊണ്ട് ഇവരുടെ ഈ നമ്മളെ ആര്യനെയൊക്കെയാണ് സത്യം പറഞ്ഞ അനുമോൾ ഏറ്റവും കൂടുതൽ മൊണ്ണാന്ന് വിളിച്ചത്. അതുകൊണ്ട് തന്നെ ആര്യന് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അനുമോളോട് സ്നേഹമൊന്നും തോന്നാൻ പോകുന്നില്ല. അത് മാത്രമല്ല ആര്യനെ ഒട്ടും തന്നെ ഈ ഒരു ക്യാരക്ടറിൽ, അതായത് ഈ ജിസേലിന്റെ പിന്നാലെ നടക്കുന്ന ഒരു ക്യാരക്ടറിൽ അനുമോൾക്ക് ആര്യനെയും തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഈ പറഞ്ഞതൊക്കെ ഒരു അഭിനയമാണ്. ഈ തൊപ്പിയിട്ട് കൊടുക്കുന്നതും പിന്നെ അങ്ങോട്ട് അവർ തമ്മിലുള്ള ഒരു കോംബോ സംസാരങ്ങളൊക്കെ ഒരു വെറും അഭിനയമാണ്. അതിനകത്തൊന്നും ഒരു സിൻസിയാരിറ്റിയും ഇല്ല. ചുമ്മാ കുറെ നേരം കിടന്ന് ചിരിക്കുന്നു, കുറെ കിടന്ന് അവിടെ നിന്ന് കൂടി സംസാരിക്കുന്നു, അഭിനയിക്കുന്നു. അങ്ങനെ ഇവരങ്ങോട്ട് മാറിയിരിക്കുമ്പോഴത്തേക്കും ആദിലയും അതുപോലെ തന്നെ അനുമോളും, ശൈത്യ ഇപ്പൊ വിളിച്ചാൽ വരത്തില്ല കേട്ടോ, ഷൈ എന്ന് കിടന്ന് അനുമോള് വിളിച്ചിട്ട് ശൈത്യ മൈൻഡ് പോലും ചെയ്തില്ല. ചുമ്മാ ഇങ്ങനെ കാണിച്ചിട്ട് ഒനീലിന്റെ ചെവി പോയി എന്തോ രഹസ്യമൊക്കെ പറഞ്ഞ് അവരൊന്നിച്ചിരുന്ന് കളിയും ചിരിയും. അനുമോൾ അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആദില വന്നിട്ട് ലവ് ട്രാക്കിനുള്ള വല്ല വഴിയാണോ എന്നൊന്ന് അന്വേഷിക്കുകയാണ്. അപ്പൊ അനുമോള് പറയുന്നുണ്ട്, അല്ലേ സമൃദാസനില് മാണിക്കക്കല് സിനിമയ്ക്കകത്ത് പറഞ്ഞ കണക്ക് ഉമ്മണി പുളിക്കും എന്നുള്ള രീതിയിൽ ആര്യനെ അങ്ങനെ ഒരു ലവ് ട്രാക്കിൽ താൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ഈ ലവ് ട്രാക്കൊക്കെ തനിക്ക് ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും അത് പേളി ശ്രീനിഷ് പോലെ തന്നെയായിരിക്കും. ഞാൻ സ്നേഹിക്കുന്ന ആളെ തന്നെ ഞാൻ കല്യാണം കഴിക്കൂ, അല്ലാതെ ഇതിനകത്ത് വന്നിട്ട് ഞാൻ അഭിനയിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ അഭിനയിച്ച ഒരു ലവ് ട്രാക്ക് ഉണ്ടാക്കിയിട്ട് പുറത്തിറങ്ങുമ്പോൾ ഗുഡ് ബൈ പറയാൻ തനിക്ക് പറ്റില്ല എന്നൊക്കെ അനുമോള് പറയാണ്. ഇതൊക്കെ എല്ലാ സീസണിലും എല്ലാ മത്സരാർത്ഥികളും പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പം പിന്നെ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും ലവ് ട്രാക്കിലേക്ക് പോകരുത് എന്ന് ഉപദേശിച്ചിട്ടുള്ളതായിട്ടും അനുമോള് പറയുന്നുണ്ട്. എന്തൊക്കെയാണേലും അനുമോളും ആര്യനും ഇന്ന് രാവിലെ കുറച്ച് നടത്തിയ അഭിനയ നാടകം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ. അവിടെ ഒരു ലവ് ട്രാക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പിന്നെ രണ്ടാളും അഭിനയിക്കാനുള്ള സാധ്യതയേ ഉള്ളൂ. ഇനി പോകെ ഇനി ചിലപ്പോൾ ഇനി രണ്ടുപേരുടെ ഇടയിലും സംസാരങ്ങൾ ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ രണ്ടുപേരുടെ ഇടയിലും അത്തരത്തിലുള്ള ഒരു കാര്യവും വർക്കൗട്ട് ആകാനുള്ള ഒരു സാധ്യതയും ഇല്ല. പക്ഷെ ഇവരുടെ ഈ ഒരു സംസാരവും പെരുമാറ്റവും മാറിയിരുന്ന് കണ്ട് രണ്ടുപേര് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. ജിസേലും റെനാ ഫാത്തിമയും അവർക്ക് രണ്ടുപേർക്കും അത് അത്ര കണ്ട് പിടിക്കുന്നില്ല. പക്ഷെ പുറമേ കാണിക്കാതെ രണ്ടുപേരും ചിരിക്കുകയും ഇത്തിരി ഒന്ന് വലിയൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഇന്നലെ വരെ അനുമോളിനെ നന്നായിട്ട് ലാലേട്ടൻ പൊരിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും
ഇവരെല്ലാവരും ഇപ്പം അനുമോളിന്റെ അടുത്ത് കൂട്ടുകൂടിയത് ബാക്കി എല്ലാവരുടെ ഇടയിൽ ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ അപ്പാനി പോലും അനുമോൾക്ക് ഭയങ്കര സപ്പോർട്ട് പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അത് ആ ഒരു കിച്ചണിൽ അടി നടന്ന സംഭവത്തിലാണ്. അപ്പോൾ ഏതായാലും ശരി, അനുമോൾ ആര്യൻ ലവ് ട്രാക്ക് അത് വർക്കൗട്ട് ആകുമോ ഇല്ലയോ, അതോ വെറും ഒരു അഭിനയമായിട്ട് അവിടെ നിൽക്കുമോ എന്നൊക്കെയുള്ളത് നിങ്ങൾ കമന്റിൽ പറയുക. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.